ഏട്ടനൊരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യായിരുന്നു. ഒരു ദിവസം ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഒരു അമ്മയ്ക്ക് കുഞ്ഞിന് ലിഫ്റ്റ് കൊടുത്തു. സിറ്റി വന്ന് അവരെ വണ്ടി നിറക്കി. ആ സമയത്ത് നിയന്ത്രണം വിട്ടു വന്നൊരു ടിപ്പർ ലോറി ആ അമ്മയുടെയും കുഞ്ഞിൻ്റെയും ദേഹത്തൂടെ. തിരുമേനി അനുസരിക്കുന്നത് തന്നെയാ നല്ലത്. തിരുമേനി പറഞ്ഞോളൂ. ആ പെൺകുട്ടിയുടെ സാന്നിധ്യത്തിൽ ഐശ്വര്യപൂജ. പൂജയിൽ പങ്കെടുക്കുന്ന പെൺകുട്ടി ഈ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥനയോടെ ഈ തുളസിച്ചെടി വീണ്ടും നടുക. എന്നിട്ട് ആ തുളസിച്ചെടി നശിക്കാതെ സംരക്ഷിക്കണം. പരിഹാരം അതാണ്. അതല്ലാതെ ഇതിനെതിരെയാണ് സഞ്ചാരമെങ്കിൽ സംശയം വേണ്ട, സർവനാശമാണ് ഫലം. എന്നാ പിന്നെ ഓക്കെ വിടാ. പോവാം. പിടിച്ചോ, നീ പിടിച്ചോ. ഓക്കെ. അല്ല, ഡോക്ടറെ കാണാനാ. നിർദ്ദേശമൊന്നും തന്നിട്ടില്ല. ചേട്ടാ, തല MD വിളിച്ചു പറഞ്ഞിരിക്കുന്നേ. ഞങ്ങളോട് എത്രയും പെട്ടെന്ന് എത്തണമെന്നാ പറഞ്ഞിരിക്കുന്നത്. ഒട്ടും സുഖമില്ലാത്ത ആളാ. പ്ലീസ് ഗേറ്റ് ഒന്നും തുറക്കേണ്ട. പറ്റില്ല എന്ന് പറഞ്ഞില്ലേ ചേട്ടാ? ദേ പുള്ളിക്കാരൻ അല്പം വയലന്റാ. ഇപ്പൊ അടങ്ങി നിൽക്കുന്നേ ഉള്ളൂ. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, അകത്തേക്കുള്ള അനുമതി ഇല്ലാതെ പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ പോകാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ വയലന്റാ. ചേട്ടാ, കണ്ടീഷൻ ഇങ്ങനെ ആയതുകൊണ്ടാ ഞങ്ങൾ MD വിളിച്ച് സംസാരിച്ചത്. ചേട്ടനൊന്ന് തുറക്ക്. ചേട്ടാ, ഒന്ന് വേഗം തുറക്ക്. ചേട്ടാ, ഇപ്പൊ തുറക്ക്, ഇപ്പൊ തുറക്ക്. ഓറാക്കണ്ട. ഏട്ടാ, എല്ലായിടത്തും CCTV ഉണ്ടാവും. ഇതുപോലെ തന്നെ അങ്ങ് മെയിൻറ്റെയിൻ ചെയ്തോ. അത് വലിയ സ്ട്രിക്റ്റാ. ഇനിയിപ്പോ ഡോക്ടർ എന്താ പറയുന്നതെന്ന് അറിയില്ല. നമുക്ക് നോക്കാം. താൻ ഡ്യൂട്ടി കഴിഞ്ഞ് അങ്ങോട്ട് പോയില്ലേ? ഇവിടെ വന്ന് നിന്നപ്പോഴത്തേക്കും പരീക്ഷണം തുടങ്ങി. എന്തൊരു കഷ്ടം പിടിച്ച പണിയാണ്. ഇതിലും ഭേദം ഭ്രാന്തനായിട്ട് അകത്ത് കിടക്കുന്നതാണ്. ഇതെത്ര നാളായി തുടങ്ങിയിട്ട്? അതൊരു 3-4 മാസമായി സർ. കാരണം ഏട്ടനൊരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യായിരുന്നു. ഒരു ദിവസം ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഒരു അമ്മയ്ക്ക് കുഞ്ഞിന് ലിഫ്റ്റ് കൊടുത്തു. സിറ്റി വന്ന് അവരെ വണ്ടി നിറക്കി. ആ സമയത്ത് നിയന്ത്രണം വിട്ടു വന്നൊരു ടിപ്പർ ലോറി ആ അമ്മയുടെയും കുഞ്ഞിൻ്റെയും ദേഹത്തൂടെ.
അതിനുശേഷം മുറിയിൽ ഒരേ ഇരിപ്പായിരുന്നു. ഇവിടെ ചികിത്സിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. ആ അത് കുഴപ്പമില്ല സാർ. ഓക്കെ, അഡ്മിഷൻ ഫീസും അഡ്വാൻസും ഒക്കെ ചേർത്ത് ഒരു 2 lakhs ആദ്യം പേയ്മെന്റ് അടയ്ക്കണം. ബാക്കിയുള്ളത് പിന്നീട് പറയാം. ആ ഓക്കെ സാർ. ഏകദേശം എത്ര നാൾ വേണ്ടി വരുമെന്നാണ് ഡോക്ടർ പ്രതീക്ഷിക്കുന്നത്? ആ, ഞങ്ങൾക്ക് അതനുസരിച്ച് ഞങ്ങളുടെ ലീവ് അറേഞ്ച് ചെയ്യാനാ. ഓ, ഇവിടെ പേഷ്യൻസ് മാത്രമേ പറ്റൂ. സഹായത്തിന് ആരും ഇവിടെ ആവശ്യമില്ല. അനാവശ്യമായി നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. ആ ഓക്കെ സാർ. എനിവേ ഞങ്ങൾക്ക് സാറിൻ്റെ ചികിത്സ കിട്ടിയേ പറ്റൂ. എങ്കിൽ നിങ്ങൾ റിസപ്ഷനിലേക്ക് ചെന്നോളൂ. പേയ്മെന്റ് അടച്ച ശേഷം നമുക്ക് കാണാം. ഓക്കേ. ആ അല്ല സാർ, ഏട്ടൻ പൊതുവെ സൗകര്യങ്ങളിൽ ജീവിച്ചിരുന്ന ഒരാളാണ്. അത്തരം കാര്യങ്ങൾ ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാറില്ല. അല്ല, ഞങ്ങൾ റൂമൊന്ന് കണ്ടിട്ട് കൺഫേം ചെയ്താൽ? ഇവിടെ വന്നിരിക്കുന്നത് സുഖചികിത്സക്കല്ല. സാർ പ്ലീസ്. ഓക്കെ, എടോ ഇവർക്ക് റൂമൊന്ന് കാണിച്ചു. ആ റൂം. ശരി സാർ. അതെ, വരൂ. താങ്ക് യു സാർ. ഓക്കെ ബൈ. ആ ഡോക്ടർ. വാ ഏട്ടാ, വാ ഏയ് നിക്ക്. എഴുന്നേക്ക്. പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നു. യു നോ. ഇയാളെ കൂടെ കൊടുക്കൂ. വാ ഏട്ടാ, വാ. നിക്കടാ, ഞാൻ ഡോക്ടറോട് സംസാരിച്ചിട്ട് വരാം. എഴുന്നേക്ക്. ഡോക്ടർ, ഞാൻ കുറച്ചു നേരം സംസാരിച്ചിട്ട് പോ. നമുക്കേ ഐസ്ക്രീം ഞാൻ ഡോക്ടർ എന്തെങ്കിലും കൂടി പറഞ്ഞിട്ട് വരാം. ഇങ്ങോട്ട്. ആ പോവാം. ഇങ്ങോട്ട് ഇങ്ങോട്ട്.